അസ്സലാമു വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ഹബീബുമാരെ, ഇന്ന് തോയിഫ് യാത്രയിലാണ് ഹസന ഉംറ സംഘമുള്ളത്. തോയിഫിലെത്തിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു മനോഹരമായ കാഴ്ചയാണിത്. ഫ്രൂട്ട്സുകൾ പലയിനം, പലവിധം, പല രൂപത്തിൽ. ഇതിൽ ഏകദേശം ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണ്. ഏതായാലും ഇന്ന് ഞങ്ങൾ വന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ പല ചരിത്രങ്ങളും കാണാനും അറിയാനും വേണ്ടി മഹാനവറുടെ പേരുള്ള ലൈബ്രറി ആണ്ടാ, അതാണല്ലേ മക്തബ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ്. തോയിഫിലെ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് തങ്ങൾ പാപ്പയുടെ ദർബാറിലാണ് പിള്ളേട്ടാ. ദർബാർ ഞാൻ കാണിച്ചെന്നല്ലോ. അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് തങ്ങൾ പാപ്പ എന്ന വലിയ മഹാന് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, അബ്ബാസ് തങ്ങൾ ആരാണ്? ഹബീബായ തങ്ങൾ പാപ്പയുടെ മൂത്താപ്പേ, എളാപ്പല്ലേ? അപ്പോൾ എളാപ്പയാവുന്ന അബ്ബാസ് തങ്ങൾ പാപ്പയുടെ മകനാവുന്ന അബ്ദുള്ള എന്നുള്ളവരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. ഇവർ പ്രസവിച്ച ഉടനെ തന്നെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പാൻ്റെ അടുത്തേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അവരുടെ ഉമ്മ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് തങ്ങൾ പാപ്പയുടെ ഉമ്മ ഹബീബിൻ്റെ ഇത് കൊണ്ടുപോയിട്ട് ദ്വാരക്കാൻ പറഞ്ഞു. നമ്മളല്ലേ ഉസ്താദ്മാരിൽ നിന്ന് മധുരം കൊടുക്കൂലേ, ആ സമ്പ്രദായം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ മധുരം കൊടുക്കുകയും ഹബീബായ തങ്ങൾ പാപ്പ ദ്വാരം കൊടുത്തു. അല്ലാഹുമ്മ അല്ലിംഹുൽ ഇൽമ വ തഅ്വീല എന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു. അള്ളാഹുവേ, നല്ല ഇൽമും നല്ല ഫഹ്മും എല്ലാം നീ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു. മധുരം കൊടുത്തു. ഹബീബായ തങ്ങളുപ്പാപ്പയുടെ കൈകൊണ്ടുള്ള മധുരം ലഭിക്കാൻ വലിയ ചെറുപ്പ സമയത്തുനിന്ന് ഭാഗ്യം ലഭിച്ച വലിയൊരു മഹാനാണ് മഹാനായ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് തങ്ങളുപ്പാപ്പ. മഹാനവറുകൾ പിന്നീട് ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ആ ദുആഇൻ്റെ ഫലമൊന്നോളം റഈസുൽ മുഫസ്സിരിൻ എന്ന പേരിൽ വരെ അറിയപ്പെട്ടു. അതായത് ഖുർആനൊക്കെ ക്രോഡീകരിക്കുക, ഖുർആനിൻ്റെതായ പൂർത്തീകരണത്തിക്ക് വലിയ ബന്ധം അദ്ദേഹത്തിനുണ്ടായി. അത്ര വലിയ മർത്തബയിലെത്തി മഹാനവറുകളുടെ പിന്നീടുള്ള ജീവിതം. ഇത്രയൊക്കെ വലിയ മഹത്വത്തിലെത്തിയ മഹാനവറുകളുടെ താമസം പിന്നീട് തോയിഫിലേക്ക് മാറ്റി. അപ്പോൾ ഈ നാട്ടുകാർ ചോദിച്ചു, തങ്ങളുപ്പാപ്പ താമസിച്ചിരുന്നത്, ജനിച്ചിരുന്നത്, വളർന്നിരുന്നത് എല്ലാം മക്കയിലായിരുന്നല്ലോ, പിന്നെ എന്തേ മക്കയുടെ അതിൻ്റെ പകുതി പോലും പവിത്രതയില്ലാത്ത ഈ തോയിഫിലേക്ക് താമസം മാറി ചോദിച്ചു. കാരണം തോയിഫ് എവിടെ കിടക്കുന്നത്? ഹറമോടെ കിടക്കുന്നത്. ഹറം വേറെ തന്നെയല്ലേ. ആ സമയത്ത് മഹാനവറുകൾ അന്നുണ്ടായിരുന്ന ചോദിച്ചവരോട് പറഞ്ഞ മറുപടി എന്താ അറിയാം? അള്ളാഹിൻ്റെ ഹറം വലിയ പുണ്യമുള്ളതാണെന്ന് എനിക്കറിയാം, ഹറമിലുള്ള ലക്ഷക്കണക്കിന് പോരിശകളെല്ലാം എനിക്കറിയാം. പക്ഷേ സാധുവായ എൻ്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ഒരു കറാഹത്തെങ്കിലും അള്ളാഹിൻ്റെ ഹറമിൽ വെച്ചുകൊണ്ട് സംഭവിച്ചു പോകുമോ എന്ന് ഭയന്നത് കൊണ്ടാണ് ഈ തോയിഫ് എന്ന മണ്ണിലേക്ക് ഞാൻ എൻ്റെ താമസം മാറ്റിയത്. ഇത് പറഞ്ഞതാരാ? വലിയ സൂക്ഷ്മതയുള്ള പണ്ഡിതൻ. അതായത് അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല, എന്നിട്ട് വരെ അവർ സൂക്ഷ്മതയാണ് കാണിക്കുന്നത്. ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം. അള്ളാഹിൻ്റെ ഹറമിൽ നമ്മളൊക്കെ നിൽക്കുന്ന സമയത്ത്, നമ്മളിവിടെ കുറേ നിൽക്കണം എന്നല്ല പറയാം അല്ലേ, നിൽക്കുന്ന സമയത്ത് നമ്മളെ വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും അദബ് കേട് സംഭവിച്ചാൽ ഇവർ കറാഹത്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് പേടിക്കുന്നത്. ഹറാമല്ല, അത് വേറെ തന്നെ മർത്തമാണ്. അപ്പം അങ്ങനെ മഹാനവറുകൾ അന്ന് ഉണ്ടായിരുന്ന ജനങ്ങളോട് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. ഏതായാലും മഹാനവറുകൾ ദർസെടുത്തിരുന്ന സ്ഥലം എല്ലാം ഇവിടെയായിരുന്നു. പോകുമ്പോൾ കാണിച്ചിട്ടാ, അത്ര വലിയ പദവിയുള്ള ഒരു മഹാന്റെ ദർബാറിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം ഖൈറിലാക്കുമാറാവട്ടെ. സിയാറത്തെല്ലാം ചെയ്തു, റാഹത്തായി, അവിടുന്ന് പ്രാർത്ഥനയെല്ലാം നടത്തി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ കാണുന്നതാണ് ഇബ്നു അബ്ബാസ് തങ്ങളുപ്പാപ്പയുടെ ദർബാർ കേട്ടാ. ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങൾ പോകുന്നത് മസ്ജിദുൽ ഹുനൂദ് കാണാൻ വേണ്ടിയാണ്. ഉമർ ഖാദി തങ്ങളുപ്പാപ്പ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടുന്ന പള്ളിയുണ്ട് അവിടെ, മസ്ജിദുൽ ഹുനൂദ്. അത് കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. തോയിഫ് യാത്രയിൽ മുടങ്ങാതെ എല്ലാവരും പോകുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. ഏകദേശം എല്ലാ ഉംറക്കാരും ഈ ഭാഗങ്ങളെല്ലാം കവർ ചെയ്യാറുണ്ട് എന്നാണ് നമ്മുടെ അറിവ്. അങ്ങനെ ഈ കാണുന്ന സൂക്കുകൾക്കിടയിലൂടെ പോയിട്ട് വേണം മസ്ജിദുൽ ഹുനൂദ് കാണാൻ. മസ്ജിദുൽ ഹുനൂദ് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണുന്ന ഇത് പഴയ കാല അറബികളുടെ സമ്പ്രദായത്തിലുണ്ടാക്കിയ ഒരു ട്രഡീഷണൽ വീട്. അതിനെ അവർ റീക്രിയേറ്റ് ചെയ്താണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു കോഫി ഹൗസാണ്, പക്ഷേ ഇതിനകത്ത് അറബികളുടെ പഴയ പുരാതന പല കാര്യങ്ങളും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ. മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം.
മക്ക മദീന കഅബ കണ്ട് സായുജ്യം പൂകാം. കാശ്മീറും അജ്മീറും താജ്മഹൽ കണ്ട് കണ്ണുകളിനി കുളിരണിയണോ. ഊട്ടി മൈസൂരും കാണാം, ലക്ഷദ്വീപിലും പോകാം, കൂട്ടായുണ്ടല്ലോ ഹസന ഹോളിഡേ. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേ. വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ. വീടിനകത്ത് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കോഫി ഹൗസിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിനകത്തുള്ളതെല്ലാം പഴയ കാലത്താണ്. കണ്ടില്ല, റാന്തലുകളാണ് കാണുന്നത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഴയ കാലത്ത് കാണേണ്ടതുണ്ട്. ഈ ഒരു കോഫി ഹൗസ് തയ്യാറാക്കിയത് തന്നെ പഴയ രൂപത്തിലും പഴയ ആംബിയൻസിലുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലെല്ലാം ഓല കൊണ്ട് മുടഞ്ഞ രൂപത്തിലൊക്കെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. റാന്തലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിന് പുറമെ അപ്പുറത്ത് നമുക്ക് തോക്കുകളുണ്ട്, അതുപോലെ തന്നെ പഴയ ചൂടിക്കയറുകൾ, പഴയ കാലത്ത് അറബികളുടെ ട്രഡീഷണൽ വസ്ത്രം കണ്ടില്ലേ, റേഡിയോകൾ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇത് ആ കോഫി ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. നല്ല മനോഹരമായ ഒരു ആംബിയൻസ് കണ്ടില്ലേ. ഇതിൻ്റെ മുകളിലും ഇവിടെ നിന്നൊക്കെ കോഫി കുടിക്കാം നമുക്ക് ആവശ്യമുള്ളവർക്ക്. അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കിയത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മസ്ജിദുൽ ഹുനൂദ് എന്ന് പറയുന്ന ഉമർ ഖാദി തങ്ങളുപ്പാപ്പയുടെ പേരിലുണ്ടാക്കപ്പെട്ട പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു മസ്ജിദുൽ ഹുനൂദ് കാണാൻ വേണ്ടിയാണ്. അങ്ങനെ അവിടുന്ന് അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഏകദേശം ചെറിയ രൂപത്തിൽ നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. കണ്ടില്ലേ, മറ്റു ഉംറ സർവീസുകാരൊക്കെ ഇവിടെ വരാറുണ്ട്. ഇത് പറയപ്പെടുന്നൊരു പള്ളി എന്ന് മാത്രമാണ്. നമ്മൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ ആളുകളോട് പറഞ്ഞു കൊടുക്കാറുമുള്ളത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയി ഇഹ്റാം ചെയ്യാൻ വേണ്ടി ഖർനുൽ മനാസിൽ എന്നുള്ള സ്ഥലത്തേക്ക്. അവിടുന്ന് ഞങ്ങൾ ഇഹ്റാം ചെയ്തു. ഇതിനിടയിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പാനെ കല്ലെറിഞ്ഞ സ്ഥലം, തങ്ങളുപ്പാപ്പ കല്ലേറ് കൊണ്ടുപോയി ഇരുന്ന സ്ഥലം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മുൻകാലങ്ങളിലെ പോലെ അതിൻ്റെ അടുത്ത് വരെ പോകാൻ കഴിയാത്തത് കൊണ്ട് മാത്രം നമ്മൾ അവിടേക്ക് ബസ്സിൽ പോകുമ്പോൾ കണ്ടു. പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, പോലീസെല്ലാം ഉള്ളത് കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഖർനുൽ മനാസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജ്ദുകാർക്ക് കൊടുത്ത ഖർനുൽ മനാസിൽ എന്ന് പറയുന്ന ആ ഒരു മീഖാത്തിൽ പോയിക്കൊണ്ട് അവിടുന്ന് ഞങ്ങളെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു. അങ്ങനെ ഇഹ്റാം ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇനി നേരെ പോകുന്നത് പരിശുദ്ധമായ ഹറമിലേക്കാണ്. അപ്പോൾ ഖർനുൽ മനാസിൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇഹ്റാം ചെയ്യുമ്പോൾ അന്ന് നമ്മൾ മറ്റുള്ളവർക്ക് ഉംറ ചെയ്യേണ്ട, നമ്മുടെ കൂടെ വന്ന ഉമ്മാർക്കും ഉപ്പാർക്കൊക്കെ മറ്റുള്ളവർക്ക് ഉംറ ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ അതിനുള്ള നിയ്യത്തുകൾ എങ്ങനെ, ആർക്കൊക്കെയാണ് ചെയ്യേണ്ടതെല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇഹ്റാമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നു പരിശുദ്ധമായ ഹറമിലേക്ക്. ഹസന ഉംറ സംഘത്തിൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ ഈ പോകുന്ന ഈ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. ഇത് പരിശുദ്ധമായ റമദാനിൻ്റെ മുന്നോടിയായി അവസാനമായി നടന്ന ഉംറയുടെ വീഡിയോകളാണ് നിങ്ങൾ കാണുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാര, നമ്മുടെ വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾക്ക് നമ്മുടെ വീഡിയോകൾ ഷെയർ ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.